സന്തോഷമുള്ള ജീവിതം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മഞ്ഞുകാലമൊക്കെ എല്ലാം വരികയാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ശരീരത്തിലും അല്ലെങ്കിൽ തൊലികളിലൊക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ വരണ്ട ചുണ്ടുകൾ മൃദുവാക്കാനും ചുണ്ടിൽ വരവിള്ളൽ തടയാനും നമുക്ക് ചില ഒറ്റമൂലികൾ ഉണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനുള്ളൊരു നല്ല സന്മനസ് കാണിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. മഞ്ഞുകാലം ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചർമ്മ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അമിതമായിട്ടുള്ള താരൻ, അതുകൂടാതെ ചർമ്മം വരണ്ടു പോകുന്നത്, ചർമ്മത്തിൽ ഒരു വലിച്ചിൽ, മുരി വരുന്നത്, പിന്നെ അതുകൂടാതെ കാലിൽ വരവിള്ളൽ അല്ലെങ്കിൽ കാല് വിണ്ടുകീറൽ, ചുണ്ട് വരണ്ട് കീറുന്നത്, ഇതെല്ലാം പതിവാണ്. പൊതുവെ എല്ലാവർക്കും ഇത് വരില്ല, പക്ഷെ ചിലർക്കൊക്കെ ഇത് പതിവാണ്. ഇതിൽ ഏറ്റവും അധികം ആളുകൾ നേരിടുന്നതാണ് ചുണ്ടുകൾ വരവിള്ളുന്നതും അതുമൂലം ഉണ്ടാകുന്ന വേദനയുമാണ്. ചിലർക്ക് വര വിണ്ടാൽ അത് വിള്ളൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ചിലർക്ക് അസഹനീയമായ ഒരു വേദനയും ഉണ്ടാവുന്നതാണ് ഇത് മൂലം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ഈ മഞ്ഞുകാലത്ത് നല്ല മൃദുലമായ ചുണ്ടുകൾ സ്വന്തമാക്കുന്നതിനും നമുക്ക് അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യത്തേത് വെണ്ണ വെളിച്ചെണ്ണ ലിപ്പ് ബാമാണ്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാകുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ലിപ്പ് ബാമാണ് വെളിച്ചെണ്ണയും വെണ്ണയും ചേർത്ത് തയ്യാറാക്കുന്നത്. ഈ ലിപ്പ് ബാം തയ്യാറാക്കുന്നതിന് 2 ടീസ്പൂൺ വെണ്ണ എടുക്കുക. നമ്മൾ ഇതിലേക്ക് 3 തുള്ളി ശുദ്ധമായ വെളിച്ചെണ്ണ ചേർക്കണം. അതിനുശേഷം ഇവ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. നല്ല ക്രീം പരുവത്തിൽ ആകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു ചെറിയ ചെപ്പിലാക്കിയ ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുന്നത് നല്ലതാണ്. പതിവായി ഈ ലിപ്പ് ബാം ഉപയോഗിക്കുന്നത് ചുണ്ടുകളിൽ ഈർപ്പം നിലനിർത്താനും ചുണ്ടുകൾ വിണ്ട് കീറി പൊട്ടുന്നത് ഇല്ലാതാക്കാനും വളരെയധികം സഹായിക്കുന്നതാണ്. അടുത്തത് കറ്റാർ വാഴ റോസ് വാട്ടറാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ കറ്റാർവാഴ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് റോസ് വാട്ടറും. കറ്റാർവാഴ ജെല്ല് 2 ടീസ്പൂൺ നമ്മൾ എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ശുദ്ധമായ റോസ് വാട്ടർ ചേർക്കണം. അതിനുശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കുക. അത്യാവശ്യം പേസ്റ്റ് പരുവത്തിലാകുമ്പോൾ ഒരു ചെപ്പിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചുണ്ടിലും മുഖത്തും പുരട്ടുക. വരണ്ട ചർമ്മം മാറാനും അതുപോലെ ചുണ്ടുകൾ നല്ല മൃദുവായിരിക്കാനും ഈ കൂട്ട് വളരെയധികം നിങ്ങളെ സഹായിക്കുന്നതാണ്. അടുത്തത് മൂന്നാമത്തേത് പറയുകയാണെങ്കിൽ റോസ് വാട്ടറും ഗ്ലിസറിനും ആണ്. ചുണ്ടിലെ ഈർപ്പം നിലനിർത്താനും ചുണ്ടുകൾ വിണ്ടുകീറുന്നത് തടയാനും ഏറ്റവും അധികം സഹായിക്കുന്ന 2 ചേരുവകളാണ് ഗ്ലിസറിനും അതുപോലെ റോസ് വാട്ടറും. ചർമ്മത്തിൽ ഉണ്ടാകുന്ന മുരി ഇല്ലാതാക്കാനും ചുണ്ടുകൾ നല്ല മൃദുവാക്കാനും ഇവ സഹായിക്കും. അതിനാൽ റോസ് വാട്ടറും ഗ്ലിസറിനും സമാസമ എടുത്ത് മിക്സ് ചെയ്ത് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. ഇടയ്ക്ക് ചുണ്ടിൽ പുരട്ടുന്നത് ചുണ്ടുകൾ മൃദുവായിരിക്കാനും വരണ്ടു പോകാതിരിക്കാനും ചുണ്ടുകളിൽ വരവിള്ളൽ വരാതിരിക്കാനും സഹായിക്കുന്നതാണ്. ഈ ലിക്വിഡ് കാലിലെ മുരി മാറാനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ 3 ഐറ്റംസ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഗുണമേന്മ എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളും നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൂടാതെ ഇതിലൊന്നും കെമിക്കൽ അടങ്ങിയിട്ടില്ല. അഥവാ കെമിക്കൽ ഉണ്ടെങ്കിൽ റോസ് വാട്ടറിലും ഗ്ലിസറിലും മാത്രമേ ചെറുതായിട്ട് ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാതും നമുക്കൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.